ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് ചെടിച്ചട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒരുപാട് പേര് ചെടികളും പൂക്കളും അതുപോലെ വീട്ടിൽ നല്ല രീതിയിൽ ചെടികളൊക്കെ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഓരോ ചട്ടിക്കും 70-80 രൂപ ഒക്കെ കൊടുത്ത് നമുക്ക് നല്ല വില കൊടുത്ത് ഒരുപാട് ചട്ടികളൊന്നും വാങ്ങി വെക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ 80 രൂപ ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ചട്ടി നമുക്ക് 20 രൂപ ചിലവിൽ വളരെ സിമ്പിളായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചട്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മണ്ണ് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്തുള്ള മണ്ണോ അല്ലെങ്കിൽ തൊടിയിലെ മണ്ണോ ഏത് മണ്ണായാലും കുഴപ്പമില്ല. ഇനി എംസാൻഡോ മണലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാൻ പോവാണ്. എംസാൻഡ് ഒന്നും ഞാനിങ്ങനെ അരിച്ചെടുക്കാറില്ല, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് കൂട്ടാറാണ്, മിക്സിലേക്ക് കൂട്ടാറാണ്. അപ്പോൾ ഇതിലൊരുപാട് ചരലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണ്ണ് അത്യാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പോലും കല്ലൊന്നും ഇല്ലാതെ നല്ല പൊടിയായിട്ട് നല്ല പൊടിമണ്ണായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പ് സിമൻ്റാണ്. അതുപോലെ നമ്മൾ തരിച്ചെടുത്തിട്ടുള്ള മണ്ണ് അത്രയും എമൗണ്ട്, 1 കപ്പ് സിമൻ്റ് എടുത്തപ്പോൾ 1 കപ്പ് മണ്ണ് ആ കണക്കിന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് കൂടെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമുക്ക് ഇനി ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇതിൽ ചിലപ്പോൾ മണ്ണോ സിമൻ്റൊക്കെ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പോലെ അതൊക്കെ ഉടച്ച് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മണ്ണും സിമൻറ്റും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേസ്റ്റായിട്ട് കുറച്ച് ഒരു ലൂസായ പരുവത്തിൽ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ മോൾഡ് ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ചട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അച്ചാണ്. അപ്പോൾ ഈ 2 അച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇത് രണ്ടും ഓരോ ചെടിച്ചട്ടികളാണ് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ അച്ചായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ വൈറ്റ് ചട്ടിയുടെ ഉള്ളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചട്ടി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മിക്സ് ഇതിലേക്ക് നിറക്കുന്നതിന് മുമ്പ് ഇതിന് കുറച്ച് ഹോളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് ചട്ടിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് താഴേക്ക് ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു ടാപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഈ ഹോൾസ് ഒന്ന് അടച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ടാപ്പ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ ഈ ചട്ടി മോൾഡ് ഡ്രൈ ആയിരിക്കുമ്പോൾ തന്നെ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഓയിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഇത് നനഞ്ഞ ശേഷം ഇത് ഒട്ടിച്ചു കൊടുത്താൽ ടാപ്പ് ഇതിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓയിലൊക്കെ ആക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ നല്ലോണം അമർത്തിയിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ടാപ്പൊന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 മോൾഡും 2 ചട്ടികളുടെയും ഈ ഹോൾസൊക്കെ നല്ല രീതിയിൽ ടാപ്പ് വെച്ച് അടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ അച്ചിൻ്റെ ഉള്ളിൽ നല്ല പോലെ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ പേരിന് ജസ്റ്റ് ആക്കി കൊടുത്താൽ പോരാ, കുറച്ചൊന്ന് എണ്ണ ഒന്ന് ജസ്റ്റ് ഒലിക്കുന്ന രീതിയിൽ ഇതിൻ്റെ ചട്ടിയുടെ ഓരോ ഇതളിൻ്റെ ഉള്ളിലും എത്തുന്ന രീതിയിൽ വിരൽ വെച്ച് നല്ല രീതിയിൽ എണ്ണ ആക്കി കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചട്ടി റെഡി ആയിട്ട് വരുമ്പോൾ ഇതിലാണല്ലോ നമ്മൾ മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചട്ടി റെഡിയായി വരുമ്പോൾ നല്ല ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഊരിപ്പോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവർ എന്തായാലും കുറച്ചധികം എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് നല്ല എണ്ണ തന്നെ എടുക്കണമെന്നില്ല. നമ്മൾ പൊരിച്ചിട്ടൊക്കെ ബാക്കിയുള്ള എണ്ണ അല്ലെങ്കിൽ കേടുവന്ന എണ്ണയൊക്കെ ഉണ്ടാവില്ലേ വീട്ടിൽ, അതൊക്കെ ഉപയോഗിച്ചാൽ മതി. കുറച്ച് വിസ്കസ് ആയിട്ടുള്ള ഏത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് എണ്ണയാണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ചട്ടിയുടെ ഈ ഉള്ളച്ചിൻ്റെ പുറമേ കൂടെ നല്ല രീതിയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കുകയാണ്. സ്മൂത്തായിട്ട് നമുക്ക് ഈ അച്ചും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരി പോരേണ്ടതുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അച്ചൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മണ്ണും സിമൻറ്റും കൂടിയുള്ള ആ മിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു അച്ചിൻ്റെ ഉള്ളിലേക്ക് ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ തേച്ച് വെച്ചിട്ടുള്ള ഈ അച്ചിൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തിടുക. അപ്പോൾ ഇത് ഞാൻ താഴെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്.
ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി പിടിച്ചതാണ്. നമ്മളിത് താഴെ വെച്ച് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള പൊസിഷനിൽ, നിരന്ന പൊസിഷനിൽ വെച്ചിട്ട് വേണം ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു എബോവ് ഹാഫ് പോർഷൻ, നമ്മുടെ ഈ അച്ചിൻ്റെ പകുതിയിലേറെ, മുക്കാലൊന്നും ആവണ്ട, പകുതിയിനേക്കാളും കുറച്ച് കൂടുതൽ ആവുന്നത് വരെ നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് പകുതിനേക്കാളും കൂടുതൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ തേച്ച് വെച്ചിട്ടുള്ള ഉള്ളച്ച്, ഉള്ളിൽ വെക്കാനുള്ള ഈ മോൾഡ് നമുക്കിതിൽ ചെറുതായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഫില്ലിങ് ഇങ്ങനെ പൊന്തി വരുന്ന രീതിയിൽ നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ആ പോകുന്നത് വരെ നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഈ എഡ്ജിലൊക്കെ വന്നിട്ടുള്ളത് വിരൽ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് പിന്നെ വിട്ടാൽ ഈ ഉള്ളിലെ അച്ചിങ്ങനെ പൊന്തി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട് ഒരേ നിരപ്പിൽ കുറച്ച് ബേബി മെറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലൂടെ പൊന്തി വന്നിട്ടുള്ള ഈ മിക്സൊക്കെ നമ്മൾ വിരലുപയോഗിച്ച് നല്ല രീതിയിൽ ഒരേപോലെ എല്ലായിടത്തും വരുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ വിരലുപയോഗിച്ച് നമുക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ഒരു 4-5 മണിക്കൂർ ഇതേ ഒരു പൊസിഷനിൽ അനങ്ങാതെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഉള്ളിലെ അച്ച് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് വേറൊരു ചട്ടിക്ക് വേണ്ടിയിട്ട് മിക്സ് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇത് റിമൂവ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓരോ എഡ്ജും പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് വേണം ഇത് ഊരിയെടുക്കാൻ. ഇനി പ്രയാസം ഉണ്ടെങ്കിൽ ബേബി മെറ്റിൻ്റെ ഉള്ളിലുള്ള ആ വെയിറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് പതുക്കെ ഊരിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എക്സ്ട്രാ വന്നിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഒരു ചട്ടകം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചോ എങ്ങനെയൊക്കെ അത് ഇങ്ങനെ ആ എഡ്ജൊക്കെ മാറ്റി കൊടുക്കാം. എന്നിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. ഇപ്പോൾ പാർഷ്യലി ഉണങ്ങി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൽ ഒരു കമ്പി വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടെടുക്കാം ചട്ടിക്ക്. അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണ് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഫുള്ളായി നിറയുന്ന രീതിയിൽ മണ്ണിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതിലൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് പാർഷ്യലി ചെറുതായി ഉണങ്ങി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മറിച്ച് കൊടുക്കുമ്പോഴൊക്കെ ഈ ചട്ടി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് ഈ മണ്ണിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ടൈലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. മണ്ണൊന്നും പോവാത്ത രീതിയിൽ മറിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു 8-10 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊരു 8 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേലത്തെ ഈ അച്ച് പെട്ടെന്ന് റിമൂവ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം ഡയറക്റ്റായിട്ട് ഈ മോൾഡിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ, എല്ലാ ഭാഗത്തൂടെ ഒലിച്ചു പോകുന്ന രീതിയിൽ നല്ലപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഇതിങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ മോൾഡ് നമ്മൾ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കിട്ടുന്നതാണ്. അഥവാ ഒരു കിട്ടുന്നില്ല എങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം വളരെ പതുക്കെ ഒന്ന്, ഒരുപാട് പ്രസ് ചെയ്യരുത്, വളരെ പതുക്കെ ഒന്ന് അതിൻ്റെ മേലെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേടി കൊടുത്താൽ നല്ല രീതിയിൽ ഇത് ഊരിപ്പോരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചട്ടി റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും ഒരു 4-5 ദിവസമൊക്കെ നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായി നനച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് പെയിൻറ് ചെയ്യാൻ പറ്റുള്ളൂ. പെയിൻറ് പിന്നെ നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാം. ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് ഈ കളർ പെയിൻ്റാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എടുക്കുന്നതിൻ്റെ എമൗണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ എത്രത്തോളം പെയിൻ്റ് എടുക്കുന്നോ അതിൻ്റെ 1/4 ഭാഗം വെള്ളം ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ചട്ടിക്ക് പെയിൻറ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ പെയിൻറ് മാത്രമല്ല, വീട്ടിൽ നമുക്ക് ഓരോ ആവശ്യത്തിന് കൊടുത്തിട്ട് ബാക്കിയുള്ള പെയിൻ്റൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് പരീക്ഷിച്ച് നോക്കാറുണ്ട്. ഇത് ജസ്റ്റ് കാവിപ്പൊടിയാണ്, അപ്പോൾ അത് വെച്ചൊന്ന് പരീക്ഷിച്ചതാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ നമ്മുടെ വീട്ടിലുള്ള പെയിൻറ്റുകളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറമെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. പിന്നെ അകത്ത് നമ്മൾ ചെടി വെക്കുമ്പോൾ മണ്ണിട്ട് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് കാണൂലല്ലോ, കുറച്ച് ഭാഗമല്ലേ പുറത്ത് കാണുള്ളൂ. അപ്പോൾ ആ ഭാഗം മാത്രം നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ ഇതിൻ്റെ ഈ 2 മോൾഡുകൾ, ഈ അച്ചുകൾ എത്തിച്ച് കൊടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ ഇതിന് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വേറൊരു ചട്ടിയാണ്. നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പോട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
താങ്ക് യു.